ശാന്തിവിള ദിനേശ് അപ്പൂപ്പ, ഞാൻ തുണി ഉറച്ച് നൃത്തം ചെയ്ത വീഡിയോ താൻ ഷെയർ ചെയ്. വെല്ലുവിളിച്ച് രേണുസുതി. കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുതി തനിക്കെതിരെയുടെ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. തന്നെ തൈക്കിളവി എന്ന് വിളിച്ച ശാന്തിവിള ദിനേശിനെ രേണു രൂക്ഷമായി വിമർശിച്ചു. സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് ഇന്ന് രേണുസുതി. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിക്കാനായി അഭിനയ രംഗത്ത് സജീവമായ രേണുവിന് കേൾക്കേണ്ടി വന്ന പഴികൾക്ക് കണക്കില്ലായിരുന്നു. ഇന്നും അതിന് കുറവൊന്നും തന്നെയില്ല. എന്നാൽ ഇവയൊന്നും രേണു മൈൻഡ് ചെയ്യാറില്ലെന്നാണ് വാസ്തവം. കുറ്റം പറയുന്നവർ ഒരു വഴിക്ക് പോകുമ്പോൾ വിദേശ യാത്രകളും ഉദ്ഘാടനങ്ങളും ആൽബങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുകയാണ് രേണുസുതി ഇപ്പോൾ. ഇതിനിടെ ശാന്തിവിള ദിനേശ് രേണുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനിപ്പോൾ മറുപടി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രേണുസുതി. തന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ ശാന്തിവിള ദിനേശ് അപ്പൂപ്പൻ ആരാണെന്നാണ് രേണുസുതി ചോദിക്കുന്നത്. താൻ ദുബായിൽ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ആരോ അയച്ചു തന്നെന്ന് താൻ പറഞ്ഞല്ലോ എന്നും ധൈര്യമുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാനും രേണുസുതി വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു ശാന്തിയുമില്ലാത്ത അപ്പൂപ്പന് എന്ന് കുറിച്ചുകൊണ്ടാണ് രേണുവിൻ്റെ വെല്ലുവിളി. ഞാൻ എയറിൽ തന്നെയാണ് ഇപ്പോഴും. എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് എൻ്റെ നെഗറ്റീവുകൾ കേൾക്കുന്നത്. സിനിമാക്കാരെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ഒരു സിനിമാക്കാരനായിരുന്നു. പക്ഷേ ശാന്തിവിള ദിനേശ് അപ്പൂപ്പ, കുറേ ആയല്ലോടോ താൻ എന്നെപ്പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ താൻ ആരാ? എടോ, എനിക്ക് 34 വയസ്സേ ഉള്ളൂ. എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ നാണമില്ലേ അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ദുബായിൽ നിന്ന് ആരോ അയച്ചു തന്നെന്ന് താൻ പറഞ്ഞല്ലോ. ധൈര്യമുണ്ടെങ്കിൽ താനത് സോഷ്യൽ മീഡിയയിൽ ഇടടോ എന്നാണ് രേണുസുതി പറഞ്ഞത്. അപ്പോൾ നമ്മുടെ രേണുവിൻ്റെ വർത്തമാനം ഇങ്ങനെയൊക്കെയാണ്. എങ്ങനെ പറയാതിരിക്കും? ഇത്തരത്തിൽ ശാന്തിവിള ദിനേശ് അല്ലെങ്കിൽ വേറെ ഏത് അപ്പൂപ്പൻ ഇട്ടാലും ഇങ്ങനെയല്ലേ പ്രതികരിക്കാൻ പറ്റൂ മനുഷ്യന്മാർക്ക്? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.